നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ കുറച്ചാളായി ഗോപുവിനെ ശ്രദ്ധിക്കുന്നു. നീ ആകെ ഡെസ്പാണ്. എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഹരി. വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുമ്പോൾ നിനക്കൊരു റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ എന്നോട് പറ. ശാന്തിനിയുടെ കാര്യ അവള് തീരെ അഡ്ജസ്റ്റബിൾ അല്ല. ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറുമല്ല. എന്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ കേട്ടിടത്തോളം ഏതൊരു സ്ത്രീയും ഒരു പ്രായം കഴിയുമ്പോ മക്കളില്ലെങ്കിൽ വേവലാതിപ്പെടുന്ന. ശാന്തിന് നേരെ തിരിച്ചാ. മക്കൾ ഉണ്ടായി പോവുന്ന അവളുടെ വേവലാതി. അവളെയും കൂട്ടി നീ ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണും. ഇല്ല ഹരി, അതിനൊന്നും അവൾ നിന്നു തരില്ല. അവരെക്കാളൊക്കെ കാര്യങ്ങൾ അറിവുണ്ടെന്ന അവളുടെ ഭാവം. പക്ഷേ അതൊന്നുമല്ല പ്രധാന പ്രശ്നം. എന്റെ അമ്മയെ നിനക്കറിയാലോ. എല്ലാ കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്തിരുന്ന ആളാ എന്റെ അമ്മ. 4 ആളിന്റെ മിടുക്കായിരുന്നു എന്റെ അമ്മയ്ക്ക്. നിനക്കറിയാലോ, ഏതാണ്ട് 2 വർഷത്തോളായി അമ്മ വീൽ ചെയറില്ല. ഈ സമയത്ത് അവൾ അമ്മയോട് കാണിക്കുന്ന കണ്ട സഹിക്കത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടാ അവൾ അമ്മയോട് പെരുമാറുന്നത്. മറ്റെന്തും ഞാൻ സഹിക്കും, ക്ഷമിക്കും. പക്ഷെ എന്റെ അമ്മയെ വേദനിപ്പിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഡിവോഴ്സിനെ കുറിച്ച് പോലും ഞാനിപ്പോ ചിന്തിക്കുക. എന്റെ അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നൊരു ഭാര്യയെ എനിക്ക് വേണ്ടെന്നാ എന്റെ വിചാരം. എടുത്തു ചാടിയൊന്നും നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ശാന്തിനി ചെറുപ്പമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ വലിയ അംബിഷൻസ് അവൾക്കുള്ളത്. ഒരുപാട് പണം ഉണ്ടാക്കി അതൊക്കെ ദൂർത്തടിച്ച് ജീവിക്കുന്നതാണ് ശരിയായ ജീവിതമെന്ന് ഒരു മിഥ്യാധാരണ അവൾക്കുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഡിവോഴ്സിനൊന്നും ഒരുങ്ങല്ലേ. നിവൃത്തിയില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തില് ഞാൻ അതിന് ഒരുങ്ങും. എന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. സത്യം പറഞ്ഞ അമ്മയ്ക്കിപ്പോ ഭക്തിയാ വലിയൊരു ആശ്വാസം. പണ്ടേ മൂകാംബികമ്മയുടെ വലിയൊരു ഭക്തയാ അമ്മ. ഇപ്പൊ പിന്നെ ആ ഭക്തി ഒരുപാട് കൂടിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരു പ്രായം കഴിയുമ്പോഴേക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴൊക്കെ നമുക്ക് ആശ്വാസത്തോടെ ചെന്ന് ചേരാൻ പറ്റുന്ന സ്ഥാനമാണ് ഭക്തി. ഇടയ്ക്ക് മൂകാംബികമ്മയുടെ ഉൾവിളി വന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഗോപു, ദേവിയുടെ ഉൾവിളി അങ്ങനെ വെറുതെ വരില്ല. അതിനി എത്ര വലിയ ഭക്തനായാലും ശരി, നമ്മൾ വിചാരിക്കുമ്പോ ആ ഉൾവിളി കിട്ടില്ല. അങ്ങനെ ഒരു ഉൾവിളി വന്നിട്ടുണ്ടെങ്കിൽ അത് ദേവിയായിട്ട് വിളിക്കുന്നതാണ്. അതിന് നമ്മൾ ചെവി കൊടുക്കണം. എങ്ങനെയും നീ അമ്മയും കൊണ്ട് പോണം. അമ്മയ്ക്ക് കാലൂന്നി നിൽക്കാൻ പറ്റില്ല, ഒരടി നടക്കാൻ പറ്റില്ല. ഫുള്ളായിട്ടും വീൽ ചെയറിലാണമ്മ. അതിനെന്താ, വീൽ ചെയർ പോവാലോ. അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നീ അമ്മയും കൂട്ടി പോണം. നിനക്ക് ഒരു സമാധാനം കിട്ടും. അമ്മയ്ക്ക് ഒരു ചേഞ്ച് ആവും. അങ്ങനൊരു യാത്രയുടെ കാര്യം ഇതുവരെ അമ്മയോട് സംസാരിച്ചിട്ടില്ല. അമ്മയോടൊന്ന് പറയട്ടെ. മനസ്സ് വിഷമിപ്പിക്കണ്ട, എല്ലാം ശരിയാവും. ഇനി നമ്മൾ കണ്ട് സംസാരിക്കുമ്പോ ഇതുപോലെ വിഷമിച്ചായിരിക്കില്ല നീ സംസാരിക്കുന്നത്. ദേവിയെ തൊഴുതിറങ്ങുമ്പോഴേക്കും നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. സന്ദീപേ, നീ എവിടായിരുന്നു? ഞാനൊന്ന് അമ്പലം വരെ പോയി ചേട്ടാ. എനിക്കിന്ന് അവിടെ ഒരു അനുഭവം ഉണ്ടായി. എന്തനുഭവം? ഒരു അത്ഭുതം. അവിടെ ഒരു പ്രായം ചെന്ന ഒരാള്, പേരക്കുട്ടിയാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയായിട്ട് നിൽക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് പണം വേണം. അയാൾക്ക് പണം കൊടുത്താൻ സൗവർണിക വന്ന് പറയുന്നു. മുരളിയേട്ടൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഞാൻ ആ ആൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പൂക്കട ചെന്നപ്പോ അങ്ങനെ ഒരു സംഭവം തന്നെ സൗവർണിക അറിഞ്ഞിട്ടില്ല. വല്ലാത്ത അത്ഭുതം തന്നെ. അതെന്റെ തോന്നലാണോ അതോ ഇനി? അത് തോന്നലാണെന്ന് വിചാരിച്ചാൽ തോന്നലാണ്, സത്യമാണെന്ന് കരുതിയാൽ സത്യമാണ്. അതാണ് ദേവിയുടെ മായ. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം വരും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. നിന്റെ നാട്ടിലെ സിനിമാക്കാരും പാട്ടുകാരും എഴുത്തുകാരും, എന്തിന് എല്ലാ കലാകാരന്മാരും ജാതിയും മതവും ഒക്കെ മറന്ന് ദേവിയുടെ നടയിൽ വന്ന് ഭജനമിരിക്കുന്നതേ
ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ പിൻബലമുള്ളതുകൊണ്ടാണ്. അവർക്കൊക്കെ വാരിക്കോരി ദേവി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാ അവരൊക്കെ വലിയ വലിയ കലാകാരന്മാരായി വളരുന്നത്. ഞാനിവിടെ വന്നത് ജീവിതം അവസാനിപ്പിച്ച് കളയാന്നുള്ളൊരു വിചാരത്തോടെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോഴും ഇതേ അത്ഭുതം തന്നെ ഉണ്ടായി. അന്നും ഈ സൗവർണിക തന്നെ വന്നു എന്നെ പിടിച്ചു കയറ്റാൻ. പിടിച്ചു കയറ്റി എന്നോട് സംസാരിച്ചു, പോയി. പക്ഷേ അത് അവളാണെന്ന് ഇന്ന് വരെ ആ കുട്ടി സമ്മതിച്ചിട്ടില്ല. അതാണ് അമ്മയുടെ മഹിമ. ഏതു രൂപത്തിലും അമ്മ വരും, ഏതു വിധത്തിലും നമ്മളെ സഹായിക്കും. ദിവസം ഒരു നേരമെങ്കിലും അമ്മയെ സ്മരിച്ചാൽ മതി, അമ്മയുടെ ചൈതന്യം നമുക്കൊപ്പം ഉണ്ടാകും. അമ്മേ. എടുക്ക്. ഹലോ അമ്മേ. എടാ നീ എവിടാടാ മോനെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അമ്മേ. അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ അവിടെ സുഖമല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ നേർച്ച പോലെ ഇങ്ങോട്ടൊരു സുഖവിവരം അന്വേഷിക്കാൻ. അത്രയാ നിന്റെ അമ്മ സ്നേഹം. എടാ ഒരു തവണയെങ്കിലും നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് അമ്മയ്ക്ക് സുഖാണോ, നന്നായിരിക്കുന്നോ എന്നൊരു വാക്ക് ചോദിക്കുന്നുണ്ടോ? അമ്മേ, അമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അതെന്താ, അമ്മയ്ക്ക് അസുഖമൊന്നും വന്നൂടെന്ന് നീ അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടോ? അതെന്താടാ, നിന്റെ അമ്മ എന്താ അമൃത് കുടിച്ചിട്ടുണ്ടോ, അതോ കായകൽപ്പ ചികിത്സ നടത്തിയിട്ടിരിക്കുകയാണോ? അതൊന്നും ഇല്ലമ്മേ. അമ്മയ്ക്ക് അങ്ങനെ അസുഖം വരാനുള്ള സാധ്യതയൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാൽ അങ്ങനെയല്ല, എനിക്കിപ്പോ അസുഖം വരാനുള്ള സാഹചര്യമാണ്. നിന്നെ കാണാഞ്ഞിട്ടുള്ള അസുഖം. മോനെ, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എത്രയും വേഗം നീ ഇങ്ങ് വാ. മക്കളെ കാണാത്തതുകൊണ്ട് അമ്മമാർക്ക് അസുഖം വരുമെങ്കിൽ ഈ ഗൾഫിലും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളുടെ അമ്മമാരെ കൊണ്ട് നമ്മുടെ ആശുപത്രികളെല്ലാം നിറയുമല്ലോ. ആ എടാ, ആ മക്കള് ജീവിക്കാൻ വേണ്ടി പോവാ, ജീവിതം തേടി പോവാ. നീയോ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് നാട് വിട്ടു പോയി. എടാ മോനെ, രണ്ടും രണ്ടാ. കൂടുതലൊന്നും നീ പറയണ്ട, എത്രയും വേഗം നീ ഇങ്ങ് വാ. മോനെ ദേ, നീ വരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അമ്മേ, അത് കഴിയുമ്പോ അമ്മ അങ്ങനെ ചെയ്യും മുമ്പ് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ഇവിടെ വന്നിരുന്ന് മുതലക്കണ്ണീർ ഒഴുക്കല്ലേ. അമ്മ ഒരു വാക്ക് പറഞ്ഞ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഓടി വരും. ഏതാ ആ വാക്ക്? നീ സൗകര്യയും കല്യാണം കഴിച്ചിങ്ങ് പോരെ എന്ന് അമ്മ എപ്പോ പറയുന്നോ അപ്പൊ ഞാൻ അങ്ങോട്ട് പുറപ്പെടും. എടാ മോനെ സന്ദീപേ, നീ ഏത് സ്വപ്നലോകത്താ ജീവിക്കുന്നത്? എടാ, ഒരാണ് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ ഭാര്യയായി പടികേറ്റി കൊണ്ടുവരുന്നത് അവന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ വേണ്ടിയാ. മോനെ, ആ കുട്ടി അങ്ങനെ നിനക്കൊരു കൈത്താങ്ങാകുമെന്ന് കരുതാനാകോ? നീ പോകാൻ ആഗ്രഹിക്കുന്നിടത്തൊക്കെ അവളെ കൊണ്ടുപോകാനാകോ? നീ ഒന്ന് വീണു പോയാ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാനാവോ? ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് അപ്രതീക്ഷിതമായി നീ ഒരു അപകടത്തിൽപ്പെട്ടാൽ അവക്ക് ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ പോലും ആവോ? എന്തിന്? നിന്റെ കമ്പനികളിലെ ഒരു മീറ്റിംഗിന് പങ്കെടുക്കാനോ സ്റ്റാഫിനോ ഗസ്റ്റിനോ ഒരു മെസ്സേജ് അയക്കാനോ അവക്കാവോ?